ക്രിസ്തു വീണ്ടും വരുന്നു എന്നുള്ള പ്രസംഗങ്ങളും പഠിപ്പീരുകളും കേൾവിക്കാരെ ഒരുതരം അനുഭൂതിയിൽ കൊണ്ടെത്തിക്കും എന്നതിനാൽ അതിന് ചേരുന്ന വിധം വളച്ചൊടിച്ച് സംഭവങ്ങളൊക്കെ വളച്ചൊടിച്ച് മനുഷ്യരെ ചൂഷണം ചെയ്യുന്നവർ ഇക്കാലത്ത് ഒട്ടും കുറവല്ല. അങ്ങനെയുള്ള അബദ്ധത്തിൽ ചെന്ന് പെടാതിരിക്കുവാൻ നാം അറിഞ്ഞിരിക്കേണ്ട സത്യങ്ങൾ എന്തൊക്കെയാണ്? ജീവസന്ദേശത്തിൻ്റെ പ്രേക്ഷകർക്ക് ഞങ്ങളുടെ സ്നേഹവന്ദനം. ജെറുസലേം ദേവാലയത്തിൻ്റെ തകർച്ച, ക്രിസ്തുവിൻ്റെ വരവ്, ഈ യുഗത്തിൻ്റെ അവസാനം എന്നിവയെക്കുറിച്ചുള്ള പ്രവചനമാണ് മത്തായി 24 അധ്യായം. ദൈവം നിശ്ചയിച്ച പ്രകാരം മാത്രമേ ഭാവി കാര്യങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ എന്നതിൻ്റെ ഉറപ്പാണ് ഈ പ്രവചനങ്ങൾ. ദൈവത്തിൻ്റെ ജനം ഉറച്ചു നിൽക്കുവാനും സൂക്ഷ്മതയുള്ളവരായിരിക്കുവാനും അതുപോലെ കാലങ്ങളെയും സമയങ്ങളെയും തിരിച്ചറിയുവാനും ഈ പ്രവചനങ്ങൾ സഹായിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 24 അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യം. മത്തായി എഴുതിയ സുവിശേഷത്തിലെ അതിപ്രധാനമായ ഭാഗങ്ങളിൽ ഒന്നിലേക്കാണ് ഇനിയും നാം പ്രവേശിക്കുന്നത്. ഈ സുവിശേഷത്തിൽ ക്രിസ്തുവിൻ്റെ പ്രധാനപ്പെട്ട 3 പ്രഭാഷണങ്ങളാകുന്നു ഉള്ളതെന്ന് നാം ഒരുമിച്ച് ഇതിനു മുമ്പ് ചിന്തിക്കുകയുണ്ടായി. ഒന്നാമതായി ഗിരിപ്രഭാഷണം, രണ്ടാമതായി ഗൂഢാർത്ഥ ഉപമകളുടെ പ്രഭാഷണം, മൂന്നാമതായി ഒലിവ് മലയിലെ പ്രഭാഷണം. മത്തായി എഴുതിയ സുവിശേഷം 24, 25 അധ്യായങ്ങളിൽ എത്ര ഈ ഒലിവ് മലയിലെ പ്രഭാഷണം അടങ്ങിയിരിക്കുന്നത്. ഈ പ്രഭാഷണങ്ങളുടെ വലിപ്പവും ഉള്ളടക്കവും ഉദ്ദേശവും കണക്കാക്കിയിട്ടത്രേ ഇവയെ പ്രധാനപ്പെട്ട പ്രഭാഷണങ്ങൾ എന്ന് പറയുന്നത്. ആദ്യമായി യേശു യെരുശലേമിൻ്റെ നാശത്തെക്കുറിച്ച് പ്രവചിക്കുന്നതാകുന്നു 24 അധ്യായത്തിൽ നാം കാണുന്നത്. നമ്മുടെ കർത്താവ് മതനേതാക്കന്മാരെ തള്ളിക്കളഞ്ഞു. അവൻ യെരുശലേമിന് നേരെ തൻ്റെ പുറം കാട്ടി. അവരുടെ ദേവാലയം ശൂന്യമായി തീരുമെന്ന് യേശു അവരോട് വ്യക്തമായി പറഞ്ഞു. 24 അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, യേശു ദൈവാലയം വിട്ട് പോകുമ്പോൾ ശിഷ്യന്മാർ അവന് ദൈവാലയത്തിൻ്റെ പണി കാണിക്കേണ്ടതിന് അവൻ്റെ അടുക്കൽ വന്നു. തൻ്റെ രാജ്യം സ്ഥാപിക്കുന്നത് ഇനിയും താമസിക്കുമെന്നും യെരുശലേമിലെ ദേവാലയം ശൂന്യമായി തീരുമെന്നും യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു. അനേകം കെട്ടിടങ്ങൾ ഒന്നിച്ചു ചേർത്തുള്ളതായിരുന്നു യഹൂദന്മാരുടെ ദേവാലയം. ഒരു കെട്ടിട സമുച്ചയമായിരുന്നു. ഹേരോദാവ് പണി കഴിപ്പിച്ച ദേവാലയമായിരുന്നു ഈ പറയുന്ന യെരുശലേം ദേവാലയം. അന്ന് യേശു ഇത് പറയുമ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. വെള്ള മാർബിൾ കൊണ്ട് പണി കഴിപ്പിച്ച ഒന്നായിരുന്നു ദൈവാലയം. യേശു ഇത് പറയുന്ന സമയത്ത് ദൈവാലയം വളരെ വലുതും മനോഹരവുമായിരുന്നു. അപ്രകാരത്തിലുള്ള ആ ദൈവാലയം ശൂന്യമാക്കപ്പെടുമെന്നുള്ള യേശുവിൻ്റെ പ്രസ്താവന ശിഷ്യന്മാരെ അല്പമല്ലാതെ ചിന്താക്കുഴപ്പത്തിലാക്കി. അതുകൊണ്ട് തന്നെ ശിഷ്യന്മാർ അവൻ്റെ അടുത്തേക്ക് വന്ന് ആ ദൈവാലയം മുഴുവൻ അവനെ ഒന്ന് കാണിച്ചു കളയാം എന്ന് തന്നെ തീരുമാനിച്ചു. 2 വാക്യത്തിൽ നാം കാണുന്നത്, അവൻ അവരോട്, ഇതെല്ലാം കാണുന്നില്ലയോ? ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ഇതെല്ലാം കാണുന്നില്ലയോ? തങ്ങൾ കാണുന്നു എന്നത്ര ശിഷ്യന്മാർ കരുതിയത്. അതുകൊണ്ട് കർത്താവും കൂടി ഒന്ന് കാണുവാൻ അവർ യേശുവിനോട് അപേക്ഷിക്കുകയാണ്. അതുകൊണ്ട് അവൻ അവരോട് പറയുന്നു, വാസ്തവത്തിൽ നിങ്ങൾ കാണുന്നുണ്ടോ? ഇന്നത്തെ സമൂഹത്തിൽ നാം ഓരോരുത്തരും പരിഗണിക്കേണ്ട ഒരു നല്ല ചോദ്യമാകുന്നു ഇത്. നാം വാസ്തവത്തിൽ കാണുന്നുണ്ടോ? യേശു തുടർന്ന് അവരോട് പറഞ്ഞത്, ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കുകയില്ല എന്നത്രേ. യേശുവിൻ്റെ ആദ്യത്തെ പ്രസ്താവന ശിഷ്യന്മാർക്ക് ഞെട്ടൽ ഉണ്ടാക്കിയെങ്കിൽ ഇത് അവരെ ആകെ പരിഭ്രമത്തിലാക്കിയിരിക്കുകയാണ്. പക്ഷേ AD 70 സംഭവിച്ചത് തന്നെയാണ് നാം പിന്നീട് കാണുന്നത്. റോമൻ ചക്രവർത്തിയായിരുന്ന തീത്തോസ് യെരുശലേം മുഴുവൻ ഉഴുതു മറിച്ചു എന്നാണ് ചരിത്രത്തിൽ നാം വായിക്കുന്നത്. അതൊരു
പഴങ്കഥയായിട്ടാണ് നാം ഇന്ന് കാണുന്നതെങ്കിലും ശിഷ്യന്മാർക്ക് അതൊരു ഞെട്ടിപ്പിക്കുന്ന വെളിപ്പാടായിരുന്നു. അവർ അതേക്കുറിച്ച് അന്യോന്യം സംസാരിച്ചിരിക്കും എന്നെനിക്കുറപ്പുണ്ട്. എന്നിട്ട് അവർ 3 ചോദ്യങ്ങളുമായി യേശുവിൻ്റെ അടുത്തേക്ക് വന്നു. 3-ാം വാക്യം, അവൻ ഒലിവുമലയിലിരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവൻ്റെ അടുക്കൽ വന്നു. അതെപ്പോൾ സംഭവിക്കുമെന്നും നിൻ്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്നും പറഞ്ഞു തരണം എന്ന് അപേക്ഷിച്ചു. അത് എപ്പോൾ സംഭവിക്കും? അവർ ചോദിക്കുന്നത്, ഒരു കല്ലിന്മേൽ വേറൊരു കല്ലിരിക്കാതെ വണ്ണം ഇതെല്ലാം നശിക്കുമെന്ന് നീ പറഞ്ഞില്ലേ, അത് എന്നായിരിക്കും? 2-ാമത്തെ ചോദ്യം, നിൻ്റെ വരവിൻ്റെ അടയാളം എന്ത്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം 23-ാം വാക്യം മുതൽ 55-ാം വാക്യം വരെ നാം കാണുന്നുണ്ട്. 3-ാമത്തെ ചോദ്യം, ലോകാവസാനത്തിൻ്റെ അടയാളം എന്ത്? ഓർക്കണം, ഇവിടെ ലോകാവസാനം എന്ന് പറയുന്നത് കാലത്തിൻ്റെ അവസാനം എന്ന അർത്ഥത്തിലാണ്. അത് എന്നായിരിക്കും? ഈ പറഞ്ഞ ചോദ്യത്തിൻ്റെ 3-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 9 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ്. ഈ 3 ചോദ്യങ്ങൾക്കും യേശു മറുപടി നൽകുവാൻ പോകുകയാണ്. അവിടുന്ന് മറുപടി നൽകുന്ന സ്ഥലം ഒലിവുമലയിൽ ഇരുന്നു കൊണ്ടായതിനാൽ ഈ പ്രഭാഷണത്തെ നാം ഒലിവുമലയിലെ പ്രഭാഷണം എന്ന് വിളിക്കുന്നു. ഇനിയും യേശു ശിഷ്യന്മാരുടെ ചോദ്യങ്ങൾക്ക് നൽകുന്ന മറുപടി നമുക്കൊന്ന് പരിശോധിക്കാം. 1-ാമത്തെ ചോദ്യം, അതെപ്പോൾ സംഭവിക്കും? ഒരു കല്ലിന്മേൽ വേറൊരു കല്ലിരിക്കാതെ വണ്ണം യെരൂശലേം നശിപ്പിക്കപ്പെടുന്നത് എന്നാകുന്നു എന്ന് മത്തായി എഴുതിയ സുവിശേഷത്തിൽ കാണുന്നില്ല. ശിഷ്യന്മാരുടെ ആ ചോദ്യത്തിന് യേശു നൽകിയ മറുപടി വിശുദ്ധ മത്തായി രേഖപ്പെടുത്താഞ്ഞതിൻ്റെ കാരണം എന്തായിരിക്കും? ആ ചോദ്യത്തിൻ്റെ മറുപടി ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിലും മർക്കോസ് എഴുതിയ സുവിശേഷത്തിലും നാം വായിക്കുന്നുണ്ട്. വിശുദ്ധ മത്തായി എന്തുകൊണ്ടത് ഉൾപ്പെടുത്തിയില്ല എന്ന് ചോദിച്ചാൽ, കാരണം വിശുദ്ധ മത്തായി എഴുതിയത് രാജ്യത്തിൻ്റെ സുവിശേഷമായിരുന്നു. രാജാവിനെ അവതരിപ്പിക്കുകയായിരുന്നു മത്തായി എഴുതിയതിൻ്റെ ലക്ഷ്യം. AD 70 യെരൂശലേം നശിപ്പിക്കപ്പെട്ടത് നമ്മുടെ ഈ യുഗവുമായി ബന്ധപ്പെട്ട കാര്യമാകുന്നു. രാജാവ് വരുന്ന വിദൂര ഭാവിയുമായി ആ സംഭവത്തിന് ഒരു ബന്ധവുമില്ല. വിശുദ്ധ മത്തായി ഒലിവുമലയിലെ പ്രഭാഷണത്തിൻ്റെ ആ ഭാഗം വിശദീകരിക്കുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. ശിഷ്യന്മാർ ചോദിച്ച ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മുടെ കർത്താവ് നൽകിയത് ലൂക്കോസ് എഴുതിയ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 20 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിലാകുന്നു. ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാം. ലൂക്കോസ് 21-ന്റെ 20 മുതൽ 24 വരെ. സൈന്യങ്ങൾ യെരൂശലേമിനെ വളഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ അതിൻ്റെ ശൂന്യകാലം അടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവീൻ. അന്ന് യഹൂദ്യയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ, അതിൻ്റെ നടുവിലുള്ളവർ പുറപ്പെട്ടു പോകട്ടെ. നാട്ടുപുറങ്ങളിലുള്ളവർ അതിൽ കടക്കരുത്. എഴുതിയിരിക്കുന്നതെല്ലാം നിവൃത്തിയാകേണ്ടതിന് ആ നാളുകൾ പ്രതികാര കാലം ആകുന്നു. ആ കാലത്ത് ഗർഭിണികൾക്കും മുല കുടിപ്പിക്കുന്നവർക്കും അയ്യോ കഷ്ടം. ദേശത്ത് വലിയ ഞെരുക്കവും ഈ ജനത്തിന്മേൽ ക്രോധവും ഉണ്ടാകും. അവർ വാളിൻ്റെ വായ്ത്തലയാൽ വീഴുകയും അവരെ സകല ജാതികളിലേക്കും ബദ്ധരായി കൊണ്ടുപോവുകയും ജാതികളുടെ കാലം തികയുവോളം ജാതികൾ യെരൂശലേം ചവിട്ടിക്കളയുകയും ചെയ്യും. യേശു ഇത് പറയുന്നത് കേട്ട അനേകരും AD 70 റോമാക്കാർ യെരൂശലേമിൽ വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നു എന്നത് തീർച്ചയാണ്. റോമൻ പട്ടാളം യെരൂശലേമിനെ വളഞ്ഞ് അത് ഉപരോധിച്ചു. ലോകത്തിൻ്റെ മറ്റ് ഭാഗങ്ങളുമായുള്ള യെരൂശലേമിൻ്റെ സകല ബന്ധങ്ങളും അവർ ആദ്യം വിച്ഛേദിച്ചു. ഒടുവിലായി അവർ മതിൽ തകർത്ത് പട്ടണത്തിൽ കയറി. റോമാക്കാർ ചെയ്തത് കടന്ന കൈ തന്നെയായിരുന്നു. അവർ ആ സുന്ദരമായ പട്ടണം മുഴുവൻ ഉഴുതുമറിച്ചു. ആ പട്ടണത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഭയങ്കരമായ നശിപ്പിക്കലായിരുന്നു അന്ന് സംഭവിച്ചത്. അതിന് 6 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നെബൂഖദ്നേസർ ചെയ്തതിനേക്കാൾ ക്രൂരവും ഭയാനകവുമായ ഒരു നശിപ്പിക്കലായിരുന്നു റോമാക്കാർ ചെയ്തത് AD 70. ഇത്ര ഭയാനകമായ ഒരു പട്ടണത്തോട് ചെയ്തത് ചരിത്രത്തിൽ വേറെ എങ്ങുമില്ല എന്ന് വേണം നമുക്ക് പറയുവാൻ. അത്ര ഭയാനകമായിരുന്നു. റോമാക്കാർ AD 70 യെരൂശലേം നശിപ്പിച്ചപ്പോൾ ഒലിവുമലയിലെ യേശുവിൻ്റെ പ്രഭാഷണത്തിൻ്റെ ആദ്യ ഭാഗം നിവൃത്തിയാക്കപ്പെട്ടു. യേശുവിനോട് ശിഷ്യന്മാർ ചോദിച്ച 2-ാമത്തെ ചോദ്യം, നിൻ്റെ വരവിനും ലോകാവസാനത്തിനും അടയാളമെന്ത്? ശിഷ്യന്മാരുടെ ചോദ്യത്തിന് കർത്താവ് വളരെ കാലക്രമമായി ക്രമാനുഗതവും യുക്തിപരവുമായ രീതിയിൽ ഉത്തരം നൽകുവാൻ പോവുകയാണ്.
അവൻ അവരുടെ അവസാന ചോദ്യത്തിന് ആദ്യവും രണ്ടാമത്തെ ചോദ്യത്തിന് അവസാനവും ഉത്തരം നൽകുന്നു. ഒന്നാമതായി യേശു കൈകാര്യം ചെയ്യുവാൻ പോകുന്ന വിഷയം ലോകാവസാനം, അഥവാ കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ കാലാവസാനം എന്നത്രേ, യുഗത്തിൻ്റെ അവസാനം. ലോകമൊരിക്കലും അവസാനിക്കുന്നില്ല. പിന്നെ സംഭവിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ പഴയ ലോകം നീങ്ങിപ്പോവുകയും പുതിയൊരു ഭൂമി രംഗത്ത് വരികയും ചെയ്യും. നിങ്ങളുടെ പഴയ മൊബൈൽ ഫോൺ കൊടുത്തിട്ട് പുതിയൊരെണ്ണം വാങ്ങുന്നത് പോലെ തന്നെ. അങ്ങനെ സംഭവിക്കുമ്പോൾ നിങ്ങൾ പറയില്ലല്ലോ എൻ്റെ ഫോണിൻ്റെ കാലം അവസാനിച്ചു എന്ന്, എനിക്കിനിയും ഫോൺ ഇല്ല എന്ന്. നിങ്ങൾക്കിപ്പോഴും ഫോണുണ്ട്. കാരണം നിങ്ങളുടെ കൈവശം ഉണ്ടായിരുന്ന പഴയ ഫോൺ കൊടുത്ത് പുതിയ ഒരെണ്ണം വാങ്ങിയെന്നല്ലേ ഉള്ളൂ. അതിന് വേണമെങ്കിൽ പഴയ ഫോണിൻ്റെ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ അതിൻ്റെ അവസാനമെന്നോ അല്ലെങ്കിൽ പുതിയ ഫോണിൻ്റെ കാലഘട്ടത്തിൻ്റെ ആരംഭമെന്നോ വേണമെങ്കിൽ പറയാവുന്നത് അത്രയേ ഉള്ളൂ. പുതിയ ഒന്നിനു വേണ്ടി കർത്താവ് പഴയ ഭൂമിയെ മാറ്റുവാൻ പോവുകയാണ്. ലോകമൊരിക്കലും അവസാനിക്കില്ല. ഇനിമേൽ ലോകം ഇല്ല എന്ന് പറയാവുന്ന ഒരു കാലവും ഉണ്ടാവില്ല എന്നാണ് ചുരുക്കം. പക്ഷേ ഇവിടെ പറയുന്നത് ഒരു യുഗത്തിൻ്റെ അവസാനമായിരിക്കും. യേശുവിനോട് ചോദിച്ച ചോദ്യത്തിൽ ശിഷ്യന്മാർ ഉപയോഗിച്ച പദം അതാകുന്നു. ഈ ഒലിവ് മലയിലെ പ്രഭാഷണത്തിൽ തൻ്റെ വരവിനെക്കുറിച്ച് യേശു പറയുമ്പോൾ അവൻ സൂചിപ്പിക്കുന്നത് തൻ്റെ രാജ്യം സ്ഥാപിക്കുവാനായി ഈ ഭൂമിയിലേക്ക് അവൻ മടങ്ങി വരുന്നതിനെയാണ്. ഈ ചിത്രത്തിൽ സഭയെ ഉൾപ്പെടുത്തിയിട്ടേയില്ല. വാസ്തവത്തിൽ കാലാവസാനത്തിൽ സഭ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ടിരിക്കുമല്ലോ. അത് ഇസ്രായേൽ രാഷ്ട്രത്തിൻ്റെ അവസാന നാളുകളുമായിരിക്കും. ഈ പ്രഭാഷണത്തിൽ ആ കാലത്തെ കർത്താവ് മഹാപീഡനത്തിൻ്റെ കാലമെന്നാണ് വിശദീകരിച്ച് പറഞ്ഞിരിക്കുന്നത്. ആ കാലഘട്ടത്തിൻ്റെ വിശേഷതകൾ യേശു ചൂണ്ടിക്കാണിക്കുന്നത് 4-ാം വാക്യത്തിൽ, 24-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇപ്രകാരമാണ്. അതിന് യേശു ഉത്തരം പറഞ്ഞത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എൻ്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കും. ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ എന്ന പ്രയോഗം ഈ കാലത്തിൻ്റെ മൊത്തം വിശേഷതയാണ്. ആ കാലത്തെ പ്രത്യേകിച്ച് എതിർ ക്രിസ്തു, അന്തിക്രിസ്തു എന്നൊക്കെ നമ്മൾ പറയുന്ന അവൻ വെളിപ്പെടുന്ന മഹോപദ്രവ കാലത്ത് വലിയ വഞ്ചന ഉണ്ടാകുമെന്നതുകൊണ്ടാണ് യേശു കർത്താവ് ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകുന്നത്. പത്രോസ് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പത്രോസ് നമുക്ക് നൽകുന്ന ഒരു മുന്നറിയിപ്പുണ്ട്. പത്രോസ് പറയുകയാണ്, എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടാക്കന്മാർ ഉണ്ടാകും. അവർ നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച് തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും. കള്ളപ്രവാചകന്മാരെക്കുറിച്ച് നാം ഇന്ന് ഭാരപ്പെടേണ്ടതില്ല. കാരണം നമ്മുടെ ഈ കാലങ്ങളിൽ ആരെങ്കിലും ഭാവിയെക്കുറിച്ച് പ്രവചിക്കുവാൻ ആരംഭിച്ചെന്നാൽ ദൈവമക്കളാകുന്ന നിങ്ങളും ഞാനും അവരെ ഒട്ടും സംശയിക്കാതെ അവഗണിക്കാം. കാരണം ഭാവിയെക്കുറിച്ച് പറയുന്ന പ്രവാചകന്മാർ ഈ പുതിയ നിയമകാലത്തിന് വേണ്ടിയുള്ളവരല്ല. ബൈബിളിൽ കാണുന്ന ഈ പ്രവാചകന്മാരെ പോലെ ഭാവിയെക്കുറിച്ച് പറയുന്ന ആളുകളെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇന്ന് അനേകർ അങ്ങനെ ശ്രമിക്കുന്നുണ്ട്. എന്തായിരുന്നാൽ തന്നെ നാം ദുരുപദേഷ്ടാക്കന്മാരെ സൂക്ഷിക്കേണ്ടതുണ്ട്. ഇന്ന് ഇക്കൂട്ടർ നമ്മുടെ ഇടയിൽ വളരെ അധികമാകുന്നു. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ ആർക്കുമൊന്നും പറയുവാൻ സാധിക്കുകയില്ല. അങ്ങനെ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം അവരെ പരിശോധിക്കണം. ഇന്ന് അനേകരും ദുരുപദേഷ്ടാക്കന്മാരുടെ വലയിൽ വീണിട്ട് നട്ടം തിരിയുകയാണ്. തെറ്റേതോ ശരിയേതോ എന്നറിയുവാൻ കഴിയാതെയുള്ളൊരു പോക്ക്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തേ, ദുരുപദേഷ്ടാക്കന്മാരെ നാം വളരെയധികം സൂക്ഷിക്കേണ്ടതാകുന്നു. യേശു നൽകുന്ന മുന്നറിയിപ്പ് ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ എന്നാകുന്നു. എന്നിട്ട് യേശു പറയുകയാണ്, ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എൻ്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കുമെന്ന്. കാലാവസാനം സമീപിക്കുമ്പോൾ അനേകർ ക്രിസ്തു ആണെന്ന് അവകാശപ്പെടും. ഇങ്ങനെ അവകാശപ്പെടുന്നവർ ഇപ്പോൾ നമ്മുടെ ഇടയിൽ വളരെ ഉണ്ട് എന്ന് നമുക്കറിയാം. നമ്മുടെ രാജ്യത്തെ പല ഗുരുക്കന്മാരും ഇന്ന് അവകാശപ്പെടുന്നത് അവർ ക്രിസ്തുവിൻ്റെ അവതാരമാകുന്നു എന്നാണല്ലോ. ഞാൻ വിശ്വസിക്കുന്നത് യേശു ആ ഒലിവുമലയുടെ നെറുകയിൽ നിന്നുകൊണ്ട് കാലത്തിൻ്റെ അവസാനത്തിലെ മഹാപീഡനത്തിൻ്റെ സമയത്തേക്ക് നോക്കി. പക്ഷേ തൻ്റെ പ്രഭാഷണത്തിൻ്റെ ആരംഭത്തിൽ ഇന്നത്തെ സഭയുടെ ചിത്രം നൽകി ഈ 2 കാലങ്ങൾ തമ്മിലുണ്ടായ വിടവ് അവൻ നികത്തി.
5 മുതൽ 8 വരെയുള്ള ഭാഗത്ത് നമ്മുടെ കർത്താവ് പറയുന്നത് മഹോപദ്രവത്തെക്കുറിച്ചാകുന്നു എന്ന് ചിന്തിക്കുന്ന അനേക വേദപണ്ഡിതന്മാരുണ്ട്. നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്ന പക്ഷം നിങ്ങൾ തീർച്ചയായിട്ടും ഒരു വലിയ കൂട്ടത്തിൻ്റെ കൂടെയാണ് എന്ന് ഞാൻ ഉറപ്പു തരാം. പക്ഷേ എൻ്റെ അഭിപ്രായം ഈ അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ എത്തുന്നത് വരെ കർത്താവ് മഹോപദ്രവകാലത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നില്ല എന്നത്രേ. അപ്പം ഞാൻ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ല. ഇനി 6-ാം വാക്യത്തിലേക്ക് വരാം. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും, ചഞ്ചലപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അത് സംഭവിക്കേണ്ടത് തന്നെ, എന്നാൽ അത് അവസാനമല്ല. യുദ്ധങ്ങളും യുദ്ധശ്രുതികളും നാം കാലാവസാനത്തെങ്കിൽ എത്തിയിരിക്കുന്നു എന്നതിൻ്റെ അടയാളമല്ല. ഇത് പറയുമ്പോൾ ശിഷ്യന്മാരായിരിക്കുന്ന കാലവും കാലാവസാനവും തമ്മിലുള്ള വിടവിനെ ഒന്ന് നികത്തി സംസാരിക്കുകയാണ് യേശു ചെയ്യുന്നത്. വലിയ വലിയ യുദ്ധങ്ങൾ കാണുമ്പോൾ നാം കാലാവസാനത്തിൽ എത്തിയിരിക്കുന്നു എന്ന ചിന്തയുണ്ടാകുന്നത് എളുപ്പമാണ്. പക്ഷേ അതങ്ങനെയല്ല. കഴിഞ്ഞ ചില നൂറ്റാണ്ടുകളായി അതിഭയാനകങ്ങളായ അനേകം യുദ്ധങ്ങളുണ്ടായിട്ടുണ്ട്. ഈ കാലങ്ങളിൽ നാം യുദ്ധത്തിൻ്റെ കെടുതിയിലാണ്. നാം ജീവിക്കുന്ന ഈ നൂറ്റാണ്ടിനെ, പ്രത്യേകിച്ച് 20-ാം നൂറ്റാണ്ടിനെ രക്തച്ചൊരിച്ചിലിൻ്റെ നൂറ്റാണ്ടായിട്ടാണല്ലോ ചിത്രീകരിക്കുന്നത്. 1-ാം ലോകമഹായുദ്ധം കഴിഞ്ഞപ്പോൾ അതാണ് ലോകാവസാനം എന്ന് പറഞ്ഞ് അനേകം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. 1-ാം ലോകമഹായുദ്ധം അപ്രകാരത്തിലൊരു ചിന്തയാണ് മനുഷ്യരിലുണ്ടാക്കിയത്. അന്ന് വരെയും ലോകം അതുപോലൊരു യുദ്ധം കണ്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ മനുഷ്യരെല്ലാം അതിനെ ലോകാവസാനം എന്ന് വിളിച്ചു. പക്ഷേ അതിനുശേഷം ലോകവ്യാപകമായൊരു തകർച്ച ഉണ്ടായി. 2-ാം ലോകമഹായുദ്ധം, ആറ്റം ബോംബ്, ഇവയെല്ലാം വ്യാപകമായി വന്നത് അക്കാലത്താണ്. 2-ാം ലോകമഹായുദ്ധം കഴിഞ്ഞ് നാം വളരെ ദൂരം ഇന്ന് വന്നിരിക്കുകയാണ്. എന്നാൽ കാലാവസാനം ഇനിയും വരുവാനിരിക്കുന്നതേ ഉള്ളൂ. നാം ഈ ദുരുപദേഷ്ടാക്കന്മാരെ ശ്രദ്ധിക്കുന്നത് നിർത്തിയിട്ട് യേശുവിനെ ശ്രദ്ധിക്കുവാൻ ആരംഭിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. നാം യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. പക്ഷേ നാം അതിനാൽ ആകരുത്. കാരണം ഇതെല്ലാം സംഭവിക്കും. പക്ഷേ അത് കാലാവസാനമായിരിക്കുകയില്ല. പ്രിയ സുഹൃത്തെ, യുദ്ധമെന്ന പ്രശ്നത്തിന് പരിഹാരം വരുത്തുവാൻ മനുഷ്യനെ കൊണ്ട് ഒരിക്കലും സാധ്യമല്ല. ഈ കാര്യം നാം ഓർക്കണം. എത്രയോ സംഘടനകൾ അതിനുവേണ്ടി ശ്രമിക്കുന്നു. മനുഷ്യൻ എന്നും ഇതിനുള്ള വലിയ ആഗ്രഹത്തിലാണ്. സമാധാന പ്രഭു വന്ന് ലോകഭരണം ഏറ്റെടുക്കും വരെ ലോകത്തിൽ ഒരു സമാധാനവും കാണില്ല. 7-8 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും, ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. എങ്കിലും ഇതൊക്കെയും ഈറ്റുനോവിൻ്റെ ആരംഭമത്രേ. ഈ കാലത്തിൻ്റെ മൊത്തം സ്വഭാവം അത്രേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് കാലാവസാനത്തിൻ്റെ ലക്ഷണങ്ങളല്ല. 6-ാം വാക്യത്തിൽ നാം വായിച്ചത്, എന്നാൽ അത് അവസാനമല്ല എന്നത്രേ. കള്ളക്രിസ്തുക്കൾ, യുദ്ധശ്രുതികൾ, ക്ഷാമം, ഭൂകമ്പങ്ങൾ, പകർച്ചവ്യാധികൾ ഇവയെല്ലാം സഭായുഗത്തിൻ്റെ മൊത്തം സ്വഭാവമത്രേ. കാലാവസാനത്തോടടുക്കുമ്പോൾ അവ വർദ്ധിച്ചു വരും എന്ന് മാത്രം. ജനപ്പെരുപ്പം ഇന്ന് ലോകത്തിനൊരു ഭീഷണിയായി തീർന്നിരിക്കുന്നു. ആയിരക്കണക്കിന് ആളുകൾ പട്ടിണിയാൽ മരണത്തിനടിമയായിക്കൊണ്ടിരിക്കുന്നു. ഈ അവസ്ഥ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുന്നതായ ഒരു കാലയളവിലാണ് നാം ജീവിക്കുന്നത്. മഹോപദ്രവകാലത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന ഒരു ഭാഗമാകുന്നു 9 മുതലുള്ള വാക്യങ്ങൾ. യേശു പീഡനത്തെക്കുറിച്ച് പറയുവാൻ ആരംഭിക്കുകയാണ്. നിങ്ങളും ഞാനും ജീവിക്കുന്നത് സഭായുഗത്തിലാണ്, കൃപായുഗത്തിൽ. അതെ, പരിശുദ്ധാത്മയുഗത്തിൽ എന്ന് ചിലർ വിളിക്കാറുണ്ട്. ഇന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ ബൈബിളിൽ 3 കൂട്ടമായി തിരിക്കുന്നുണ്ട്. യഹൂദന്മാർ, ജാതികൾ, ദൈവത്തിൻ്റെ സഭ. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 32-ാം വാക്യത്തിൽ അപ്രകാരമാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. തൻ്റെ നാമത്തിനായി ഈ കാലത്തിൽ ദൈവം യഹൂദന്മാരിൽ നിന്നും ജാതികളിൽ നിന്നും ഒരു കൂട്ടം ആളുകളെ വിളിച്ച് വേർതിരിച്ച് 3ാമത്തെ വിഭാഗമാക്കി തീർക്കുന്നു, അതായത് സഭ. ക്രിസ്തു മധ്യാകാശത്തിൽ വരുമ്പോൾ ചേർക്കപ്പെടുന്ന കൂട്ടം ഈ 3ാമത്തെ കൂട്ടമാണ്. അതിനുശേഷം മഹോപദ്രവകാലം ആരംഭിക്കും. നാം 9-ാം വാക്യത്തിൽ കണ്ട ആ സംഭവം അതാകുന്നു ആരംഭം.
ഇനിയും 9-ാം വാക്യം ഞാൻ വായിക്കാം. അന്ന് അവർ നിങ്ങളെ ഉപദ്രവത്തിനേൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും. എൻ്റെ നാമനിമിത്തം സകല ജാതികളും നിങ്ങളെ പകയ്ക്കും. അനേകരും ഈ ഭാഗങ്ങൾ വളരെയധികം തെറ്റായിട്ടാണ് പഠിച്ചു വച്ചിരിക്കുന്നത്. അതെന്തായിരുന്നാലും ഇനിയിപ്പോൾ ഞാൻ പറയുവാൻ പോകുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. 9-ാം വാക്യത്തിൽ പറയുന്ന അന്ന് അവർ നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിക്കുമെന്നുള്ളത്, ആരാണ് ഈ നിങ്ങൾ? ക്രിസ്തു സഭയെ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് തീർച്ചയാണ്. കാരണം ഇസ്രായേൽ രാഷ്ട്രത്തെയാണ് അവൻ ഇവിടെ പറയുന്നത്. ഇവിടെ യേശു സംസാരിക്കുന്ന ഒരു ഉപദ്രവം ശേമ്യ സംസ്കാരത്തോടുള്ളൊരു എതിർപ്പാണ്. അതായത് യഹൂദ ജാതിയോടുള്ള മൊത്തത്തിൽ ഒരു എതിർപ്പുണ്ട്. അതിനെയാണ് ഇവിടെ പറയുന്നത്. ലോകം മുഴുവൻ ഇസ്രായേലിനോട് എതിർക്കുമെന്ന് ചുരുക്കം. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ദൈവമക്കളോട് സത്യം ഞാൻ പറയട്ടെ, യഥാർത്ഥ സഭ ഭൂമിയിൽ ഉണ്ടായിരിക്കുന്നിടത്തോളം കാലം ലോകവ്യാപകമായി ഇസ്രായേലിനോടുള്ള ഒരു എതിർപ്പ് അസാധ്യമാണ്. കാരണം സഭ അത് സമ്മതിക്കില്ല. ഒരു യഥാർത്ഥ ക്രിസ്തു വിശ്വാസിക്ക് യഹൂദ വിരോധിയായി ഒരിക്കലും ജീവിക്കുവാൻ സാധിക്കില്ല. 10-11 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്, സകല ജാതികളും നിങ്ങളെ പകയ്ക്കും, പലരും ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കുകയും അന്യോന്യം പകയ്ക്കുകയും ചെയ്യും. കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും. നാം നേരത്തെ കണ്ടതാണ് സഭയ്ക്ക് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് ദുരുപദേഷ്ടാക്കന്മാരെ സൂക്ഷിക്കുവാനാണെങ്കിൽ, ഇസ്രായേലിന് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് കള്ളപ്രവാചകന്മാരെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ ഇതാ സഭ എടുക്കപ്പെട്ടതിന് ശേഷം നൽകുന്ന മുന്നറിയിപ്പ് കള്ളപ്രവാചകന്മാരെ സൂക്ഷിക്കുവാനാണ്. 12-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും. ഈ പറഞ്ഞിരിക്കുന്നത് ഒരു തത്വമാണ്. കർത്താവിൻ്റെ ഈ ഒലിമലയിലെ പ്രഭാഷണത്തിൽ നാം ജീവിക്കുന്ന ഈ കാലയളവിൽ പ്രസക്തമായ അനേകം തത്വങ്ങൾ കാണാവുന്നതാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന തത്വം ശ്രദ്ധിച്ചേ, അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും. സ്കൂളിൽ എൻ്റെ സഹപാഠിയായിരുന്ന ഒരു സുഹൃത്തിനെ ചില വർഷങ്ങൾക്ക് ശേഷം ഞാൻ കാണുവാനിടയായി. അയാൾ ഇന്നൊരു സഭാശുശ്രൂഷകനാണ് എന്നോട് പറഞ്ഞു. ഈ വിശാല വീക്ഷണമുള്ള ദൈവശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ദുരുപദേഷ്ടാക്കന്മാരിൽ ഒരുവനാണ് ഈ പറഞ്ഞ ആൾ. ഒരു കാര്യം അതിനിടെ ഓർപ്പിക്കട്ടെ, ഇങ്ങനെ പറഞ്ഞ അനേകർ നമ്മുടെ ഇടയിൽ ഇന്നുണ്ട്. ഇംഗ്ലീഷിൽ അവരെ ലിബറൽസ് എന്നാണ് വിളിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്ന ഈ മനുഷ്യൻ അല്പാൽപ്പം മദ്യപിക്കും, പുകവലിക്കും, മറ്റേതൊരു വ്യക്തിയെയും പോലെ സമൂഹത്തിൽ ജീവിക്കുന്നു. അയാൾ എന്നോട് പറഞ്ഞു, എടോ, താൻ ഈ അന്യായമെന്ന് തോന്നുന്നതിനെല്ലാം എതിര് പിടിക്കാതെ ഭൂരിപക്ഷത്തിൻ്റെ കൂട്ടത്തിൽ കൂടുന്നതല്ലേ നല്ലത് എന്ന്. താൻ തന്നെ ശ്രമിച്ചാൽ ലോകം നന്നാകുമോടോ? അയാളുടെ സഭയിൽ പാപപ്രവർത്തികൾ എങ്ങനെ പടർന്നുവെന്നും അതിനെതിരെ ഒന്നും ചെയ്യാതിരിക്കുവാൻ അയാൾ പരിപാടിയിട്ടതും എന്നോട് വിശദീകരിച്ചു. അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകുന്നു. കാലാവസാനത്തിൽ ഇത് കൂടുതലായി വാസ്തവമായിരിക്കും. ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പലരും ചിന്തിക്കുന്നത് ഇതെന്തോ പഴഞ്ചൻ പ്രമാണമാകുന്നു എന്നാണ്, അല്ലേ? അതേ സുഹൃത്തെ, പുത്തൻ പുതിയത് തേടി നടന്ന് വാസ്തവത്തിൽ നാമൊക്കെ നശിച്ച അവസ്ഥയിലായോ? ചിന്തിച്ചാട്ടെ. 13-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. ഇവിടുത്തെ ചോദ്യം, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ ആരാകുന്നു? വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ നാം കാണുന്ന ഒരു കാര്യം എന്തെന്നാൽ, ഒരു കൂട്ടം ആളുകളെ ദൈവം മുദ്രയിടുന്നതായിരിക്കും എന്നവിടെ പറയുന്നു. അവൻ പ്രകൃതിയെയും ദുഷ്ടശക്തികളെയും നന്മയുടെ ശക്തികളെപ്പോലും അവരോട് അടുക്കാതെ തടഞ്ഞു നിർത്തുന്നു. അതുകൊണ്ട് അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ ആരാണ്? തീർച്ചയായും ആരംഭത്തിൽ അവൻ മുദ്രയിടുന്നവരാണ് അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവർ. സകല കാലങ്ങളിൽ നിന്നുമുള്ള തൻ്റെ ആടുകളെ നല്ല ഇടയൻ അവസാനത്തോളം നടത്തും. കാരണം അവനൊരു നല്ല ഇടയനുണ്ട്. അവൻ 100 ആടുകളെ കൊണ്ട് ആരംഭിച്ചാൽ 100നെ കൊണ്ട് തന്നെ അവൻ ആലയിൽ പ്രവേശിക്കും. അതുകൊണ്ട് തന്നെ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവർ രക്ഷിക്കപ്പെടും. ഇറങ്ങിത്തിരിച്ചിട്ട് വഴിയിൽ തെറ്റിയതിനാൽ ഇനിയും രക്ഷയില്ല എന്ന് പറഞ്ഞ് നിരാശപ്പെട്ട് പാപത്തിൽ തുടരുന്ന എൻ്റെ പ്രിയ സുഹൃത്തെ, നിരാശപ്പെടേണ്ട.
നിങ്ങളുടെ പാപം പോക്കി നിങ്ങളെ ശുദ്ധീകരിച്ച് തൻ്റെ ഭവനത്തിൻ്റെ അവകാശിയാക്കുവാൻ തയ്യാറായി നമ്മുടെ സ്വർഗീയ പിതാവ് ഇപ്പോഴും എപ്പോഴും കാത്തു നിൽക്കുന്നുണ്ട്. അനുതാപമുള്ള ഹൃദയത്തോടെ അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വരുമോ? നിങ്ങൾ സ്വന്തം മകനല്ലേ, മകളല്ലേ? എന്തിന് മാറി നിൽക്കുന്നു? യേശു നിങ്ങളെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. നിങ്ങളവനെ വേദനിപ്പിച്ചതെല്ലാം അവൻ ക്ഷമിച്ചെന്ന് മാത്രമല്ല, അവൻ മറന്നു കളഞ്ഞു. കുറ്റബോധം ആവശ്യമില്ല. അവിടുത്തെ പാപക്ഷമയെ ആസ്വദിക്കൂ. അവസാനത്തോളം സഹിച്ചു നിൽക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കും. അതിനായി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. യഹൂദ ജാതിയോടുള്ള ദൈവത്തിൻ്റെ അവസാന പ്രവചനം കർത്താവായ യേശുക്രിസ്തുവിലൂടെയാണ് നൽകപ്പെട്ടത്. കാരണം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണത്തിനും പുനരുത്ഥാനത്തിനും ശേഷം യഹൂദനെന്നോ യവനെന്നോ ഭേദമില്ലാതെ ക്രിസ്തുവിൻ്റെ സഭയ്ക്ക് വേണ്ടിയുള്ള ദൂതുകളാണ് ദൈവം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ദൈവം സംസാരിക്കുന്നത് സഭയ്ക്ക് വേണ്ടിയും സഭയിലൂടെയുമാണ്. അതുകൊണ്ട് തന്നെ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന ദൈവവചനം ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമാണ്.